ദേശീയപാതയിൽ ചോമ്പാല ഹാർബർ ഉൾപ്പെടുന്ന മീത്തലെ മുക്കാലിയിൽ അടിപ്പാത ആവശ്യം ശക്തമാകുന്നു. അടിപ്പാത അനുവദിച്ചു കിട്ടും വരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടകര താലൂക്കിലെ പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രങ്ങളിലൊന്നാണ് ചോമ്പാല ഹാർബർ. ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഹാർബറുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഏതാണ്ട് 300-ലധികം വാഹനങ്ങൾ ഹാർബറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനങ്ങളൊക്കെ പ്രധാനമായും വരുന്നത് നാഷണൽ ഹൈവേ വഴി മീത്തല മുക്കാലിയിൽ നിന്ന് ഹാർബറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദേശീയപാത 66 വരുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ദേശീയപാതയുടെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഹാർബർ എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ നട്ടെല്ലാണ്. അതിനെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ വേണ്ടി മീത്തല മുക്കാലിയിൽ ഒരു അടിപ്പാത അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അന്നവർ പറഞ്ഞത് ഈ DPR പ്രകാരം മാത്രമേ പ്രവൃത്തിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. 2024 ഡിസംബർ 31 മുമ്പായി പണി പൂർത്തീകരിക്കണം. അതുകൊണ്ട് തന്നെ DPRന് വ്യത്യസ്തമായി ഒരു രീതിയിലുള്ള വർക്കും ഞങ്ങൾ ചെയ്യില്ല. നിലവിൽ സെൻട്രൽ മുക്കാലിയിൽ ഒരു അടിപ്പാതയുണ്ട്, അതിന് പുറമെ ചോറോട് ഒരു അടിപ്പാതയുണ്ട്. അതല്ലാതെ വേറെ ഒന്നും തന്നെ അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ വീണ്ടും കണ്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കൊരു നടന്നു പോകാൻ വേണ്ടി, അതായത് അന്ന് അവർ സംസാരിക്കുമ്പോൾ അടിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അന്നത്തെ പ്രസിഡൻറ്റ്, പഞ്ചായത്തിൻ്റെ ഇന്നത്തെ പ്രസിഡൻറ്റ്, അന്നത്തെ മെമ്പർ പ്രീത ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളോട് പറഞ്ഞത് DPR മുമ്പിൽ വെച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചത്. DPRൽ ഒരു ഡ്രെയിനേജ് ഉണ്ട്. ആ ഡ്രെയിനേജ് ഇപ്പോൾ ആവശ്യമില്ല. കാരണം രണ്ട് ഭാഗം, റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും റോഡിൻ്റെ കിഴക്ക് ഭാഗത്തും ഓരോ ഡ്രെയിനേജ് ഉണ്ട്. വെള്ളം അതിലൂടെയാണ് ഒലിച്ചു പോവുക. ഒരു കാരണവശാലും റോഡ് മുറിച്ച് കടന്ന് വെള്ളം പോകുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് നടന്നു പോകാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്താം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അതിൻ്റെ പണിയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നി അതിലെ നടന്നു പോകാൻ വേണ്ടി കഴിയില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ ജോലിക്കാരോട് പണി നിർത്താൻ വേണ്ടി പറഞ്ഞു. MLA വന്നു, നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർ വന്നു, ഈ നിർമ്മാണ കമ്പനിയായ വകാടിൻ്റെ ആളുകൾ വന്നു, അവരോട് സംസാരിച്ചു. അപ്പോൾ അത് നടന്നു പോകാൻ പാകത്തിൽ ഉണ്ടാക്കിത്തരും എന്ന് വീണ്ടും ഉറപ്പ് വന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പകുതി ഘട്ടത്തിലെത്തിയപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് തോന്നി ഇതിലൂടെ നടന്നു പോകാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ അലൈൻമെൻറ്റ് തന്നെ മാറി, അല്പം വളഞ്ഞിട്ടാണുള്ളത്. അതുമാത്രമല്ല, മഴ പെയ്തപ്പോൾ ഈ വെള്ളമൊക്കെ ഞങ്ങൾക്ക് നടന്നു പോകാൻ കഴിയുമെന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണ് വെള്ളമൊക്കെ ഒലിച്ചു പോകുന്നത്. അപ്പോൾ ഇതവിടെ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് തരാം, വെള്ളം എന്തായാലും ഇതിലേ പോകേണ്ടി വരും. ഞങ്ങൾ കുറച്ച് സ്വീകാര്യമല്ല, ഞങ്ങൾക്ക് വേണ്ടത് അടിപ്പാതയാണ്. ആ ഒരു ഘട്ടത്തിൽ, അതായത് അടിപ്പാത കിട്ടില്ല എന്ന് ബോധ്യമായതിനു ശേഷമാണ് ഞങ്ങൾ സമരരംഗത്തേക്ക് കടന്നു വന്നത്. വിപുലമായ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും പങ്കെടുത്തു. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ, ജനപ്രതിനിധികളൊക്കെ ഞങ്ങളുടെ ആ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പ്രശ്നം ഇത്തരം ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി വീണ്ടും അനിശ്ചിതകാലമായി സത്യാഗ്രഹം നടന്നു വരികയാണ്. ഇപ്പോൾ ഇന്ന് 14ാമത്തെ ദിവസമാണ്. അപ്പോൾ ആ സത്യാഗ്രഹത്തിനും എല്ലാ ദിവസവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ആരെങ്കിലും ഒരാൾ വന്ന് ഞങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലുള്ളൊരു വിവരം. ഇത് മതിയോ? പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.